Hi friends, welcome back to RAHUL Tech Hacks. നമ്മളെല്ലാവരും വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് തീരെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മാപ്പ്. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പിനൊരു പ്രശ്നമുണ്ട്. കാരണം നമുക്കിത് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ ഇൻ്റർനെറ്റ് ആവശ്യമാണ്. നമ്മൾ ഈ യാത്ര പോകുന്ന സമയങ്ങളിൽ നമ്മളെല്ലാവർക്കും ഇൻ്റർനെറ്റ് കാണണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ കറക്റ്റ് റേഞ്ച് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ ഗൂഗിൾ മാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് തീർന്നു പോകുക എന്നൊരു പേടി കാണും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിൾ മാപ്പ് ഓഫ്ലൈനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ മാപ്പ് എങ്ങനെ ഓഫ്ലൈനായിട്ട് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക, കാരണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാപ്പ് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ വരുന്ന നെറ്റ് യൂസേജ് മാത്രമേ നമുക്ക് ആവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അപ്ഡേഷൻ വരുന്നത് വരെ നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത ഒരു മാപ്പിനുള്ളിലെ സ്ഥലങ്ങൾ സെർച്ച് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് പോകേണ്ട റൂട്ട് കാണിക്കാനും ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ പഴയ റൂട്ടിൽ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ അപ്ഡേഷൻസ് വരുന്നതനുസരിച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓഫ്ലൈൻ മാപ്പ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ടൊരു ഓപ്ഷൻ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ ഇമെയിൽ ID ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ്റെ സ്ഥാനത്ത് എൻ്റെ ഒരു ലോഗോ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്നും ഓഫ്ലൈൻ മാപ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓഫ്ലൈൻ മാപ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് തന്നെ സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ബ്ലൂ സ്ക്രീനിനുള്ളിൽ ഒരു സ്ക്വയറിനുള്ളിൽ കുറേ സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബ്ലൂ സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് ലൊക്കാലിറ്റി അല്ലെങ്കിൽ എത്ര ഏരിയയാണോ വേണ്ടത് അത്ര ഏരിയ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഏരിയ, ഇപ്പം ഞാനിപ്പോൾ റിയാദിലാണുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു റിയാദ് എന്നുള്ളൊരു ഫുള്ളൊരു ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ സൂം ഔട്ട് ചെയ്ത് ആ ഒരു ബ്ലൂ സ്ക്വയറിനുള്ളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ താഴെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു മാപ്പിന് ഏകദേശം 80 MB ഉണ്ട്. അപ്പം നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് യൂസ് ആകുന്ന ആ 80 MB മാത്രമേ നമുക്ക് നഷ്ടപ്പെടത്തുള്ളൂ. പിന്നെ നമുക്കിത് യൂസ് ചെയ്യുന്നതിന് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. അപ്പം ഇവിടെ താഴെയുള്ള ഈ ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം കാണാനായിട്ട് ഡൗൺലോഡ് സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്. പിന്നെ അത് ഡൗൺലോഡ് ആകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ മാപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ നെറ്റെല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓഫ്ലൈൻ മാപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത മാപ്പ് എടുക്കാനായിട്ട് നമ്മുടെ ലോഗോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓഫ്ലൈൻ മാപ്സ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത റിയാദ് എന്നുള്ള ആ ഒരു മാപ്പ് കാണാനായിട്ട് സാധിക്കും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും ഞാൻ സെലക്ട് ചെയ്ത സ്ഥലത്തോടുള്ളത് നമുക്ക് റൂട്ടും അതുപോലെ തന്നെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡയറക്ഷൻസും എല്ലാം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത മാപ്പിന് പുറത്തുള്ളൊരു സ്ഥലം ചെക്ക് ചെയ്ത് നോക്കാം.
ഫൈൻഡ് എ വേ എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. കാരണം നമ്മൾ സെലക്ട് ചെയ്ത നമ്മളൊരു ബ്ലൂ സ്ക്വയറിനകത്ത് നമ്മൾ എത്ര സ്ഥലം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന റിയാദ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ വരെയുള്ള മാപ്പേ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് പോകേണ്ട ആ ഒരു ഏരിയ ഫുള്ള് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയിലേക്കുള്ള മാപ്പ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.